നിലമ്പൂരിലെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാണ് നിലമ്പൂർ ബൈപ്പാസ്. 33 വർഷം മുൻപ് തുടക്കം കുറിച്ച ബൈപ്പാസ് ഇപ്പോഴും പൂർത്തീകരിക്കാനാവാത്തത് വോട്ടർമാരിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കുന്നത്. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുകയാണ് നിലമ്പൂർ നഗരം. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നേതാക്കളും പ്രവർത്തകരും മാധ്യമങ്ങളുമെല്ലാം നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തതോടെ പലപ്പോഴും മണിക്കൂറുകളോളമാണ് ഗതാഗതം സ്തംഭിക്കുന്നത്. നിലമ്പൂരിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമായി 33 വർഷം മുമ്പ് ബൈപ്പാസ് റോഡിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചുവെങ്കിലും ഇതുവരെ പൂർത്തീകരിക്കാനായില്ല. നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയംതോട് വരെയുള്ള 6 കിലോമീറ്റർ ദൂരമാണ് ബൈപ്പാസ് റോഡ് നിർമ്മിക്കുന്നത്. ഇതിൽ 2 കിലോമീറ്റർ ഭാഗം മാത്രമാണ് നഷ്ടപരിഹാരം കൊടുത്ത് ഭൂമി ഏറ്റെടുക്കാൻ സാധിച്ചത്. ചക്കാലക്കുത്ത് മുതൽ വെളിയംതോട് വരെയുള്ള 4 കിലോമീറ്റർ ദൂരത്ത് ഭൂമി വിട്ടു നൽകിയ 157 കുടുംബങ്ങൾക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ നഷ്ടപരിഹാരം കൊടുക്കാനായിട്ടില്ല. ഭൂമി വിട്ടുകൊടുത്തവരിൽ നിരവധി പേരുടെ വീടുകൾ തകർന്ന അവസ്ഥയിലാണ്. നഷ്ടപരിഹാരം ലഭിക്കാത്തതിനാൽ ഇവർക്ക് പകരം വാസസ്ഥലം കണ്ടെത്താനുമാവുന്നില്ല. മാത്രമല്ല, വിവാഹം, ചികിത്സ തുടങ്ങിയ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഭൂമി പണയപ്പെടുത്തി വായ്പ എടുക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ്. ഞങ്ങളെ പേരക്കൊന്നും കാട്ടാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞങ്ങൾക്കില്ല നല്ലൊരു പെരയിൽ നിൽക്കാൻ പോലും. മഴക്കാലം വന്നാൽ ഞങ്ങളെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് ഇത്രയും കാലം ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു സ്ഥാനാർത്ഥിനെ നിർത്താനേ വിചാരിച്ചിരുന്നത്. അപ്പോൾ പൈസയൊക്കെ പാസ്സാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് സ്ഥാനാർത്ഥിനെ പിൻവലിച്ചതാണ്. ഇനിയിപ്പോൾ എന്താണ് കാരണം ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുള്ളൂ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പൈസ കിട്ടിയാൽ ഞങ്ങൾ വോട്ട് ചെയ്യും. ഒരുപാട് കാലമായി ഇങ്ങനെ കിടക്കണം. 33 വർഷം കഴിഞ്ഞു. 31 കൊല്ലം കഴിഞ്ഞു ഞങ്ങളിതിൽ കഷ്ടപ്പെടൽ തുടങ്ങിയിട്ട്. ഇത് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്നുങ്ങാണ്ട് നിൽക്കുകയാണ്. ഒരു കൊല്ലത്തിൽ ഓരോരോ ഇലക്ഷൻ ഇങ്ങനെ വരുമ്പോൾ അപ്പോൾ പറയും ഇപ്പോൾ ഇത് പാസ്സാകും, അപ്പം നിങ്ങൾ അതിന് നിൽക്കി, ഇത് ഈ വോട്ട് കഴിഞ്ഞാൽ അത് ശരിയാവുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ 33 കൊല്ലമായി. ബൈപ്പാസ് പ്രശ്നത്തിൽ ഇടത് വലത് മുന്നണികൾ പരസ്പരം പഴിചാരുമ്പോൾ 3 പതിറ്റാണ്ടായിട്ടും നിർമ്മാണം പൂർത്തിയാക്കാത്തത് ഇരു മുന്നണികളുടെയും പിടിപ്പുകേടാണെന്ന് NDA ആരോപിക്കുന്നു. ആ ബൈപ്പാസിന്റെ സ്ഥലം മുഴുവൻ പുല്ല് പിടിച്ച് കിടക്കുകയല്ലേ. ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത MLA-മാർക്ക് അതിനെ ശ്രമിച്ചിട്ടുണ്ടോ? ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ടോ? സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടുണ്ടോ? ദേശീയപാതയിൽ പോയി റീൽസ് എടുക്കുന്ന ഈ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ആ ബൈപ്പാസിന്റെ പണി പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ലല്ലോ. നിലമ്പൂരിൻ്റെ എല്ലാ അടിസ്ഥാന സൗകര്യ വികസനത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ ജനങ്ങളെ മുമ്പാകെ ഉയർത്തുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താനാണ് ഭൂമി വിട്ടുകൊടുത്തവർ തീരുമാനിച്ചിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സർക്കാർ ഫണ്ട് അനുവദിച്ചതായി പ്രഖ്യാപിച്ചതിനാൽ തൽക്കാലം തീരുമാനം മാറ്റുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പതിവ് പോലെ ബൈപ്പാസ് നിർമ്മാണം വീണ്ടും നീളുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. അമൃത ന്യൂസ്, മലപ്പുറം.